Hello everyone, welcome back to Technolearners YouTube channel. എക്സലിലെ ഫോമുലാസും ഫങ്ഷൻസും ഒക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ വേണ്ട. ബിക്കോസ് നമ്മളെ ചാനലിൽ എക്സൽ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ തികച്ചും ഈസി ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന കംപ്ലീറ്റ് സ്ട്രക്ചേർഡ് ആയിട്ടാണ് മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് ടാബിൾ ക്രിയേഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് മൊഡ്യൂൾ ഈസ് ഫോമുലാസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോമുലാസ് ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയാണെന്നൊക്കെ. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ലേൺ ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സലിലെ ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള സം ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഈ ബിൽഡ് ഇൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൽ ഓൾറെഡി നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഈ ഫോമുലാസുകളെയാണ് നമ്മൾ ബിൽഡ് ഇൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് എക്സലിലെ സം ഫംഗ്ഷൻ ഡിഫറെൻറ്റ് മെത്തേഡിൽ എക്സൽ ഷീറ്റിൽ എങ്ങനെ ചെയ്ത് പഠിക്കാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു എക്സൽ ഷീറ്റിൽ ഒരു റേഞ്ച് ഓഫ് സെല്ല് കാൽക്കുലേഷൻ പെർഫോം ചെയ്ത് വാല്യൂസ് പെട്ടെന്ന് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിൽഡ് ഇൻ ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. ഇത് മേജർലി നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റിംഗ് ടോട്ടൽ അല്ലെങ്കിൽ സബ് ടോട്ടൽ ഓർ സമറൈസിങ് ദി ഡാറ്റ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ വൺസ് നമ്മൾ സം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പഠിച്ചാൽ യു ക്യാൻ എഫിഷ്യൻ്റ്ലി പെർഫോം കാൽക്കുലേഷൻസ് ഇൻ എക്സൽ. അതുകൂടാതെ നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് യൂസിങ് ദ സം ഫംഗ്ഷൻ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബേസിക് ആയിട്ടുള്ള സം ഫംഗ്ഷൻ, അതായത് അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഒരു സെല്ലിനകത്ത് ഈക്വൽ ടു സം ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ബ്രാക്കറ്റ് ഉണ്ടാവും. ബ്രാക്കറ്റിൽ നമ്മൾ അതായത് നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറാണോ ഏതൊരു സെല്ലിലെ നമ്പേഴ്സ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ സെല്ലിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിൽ ലാസ്റ്റ് എന്താ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സം വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്ന പോലെ A1 C1 E1 എന്ന വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം സം ഈക്വൽ ടു സം കൊടുത്തതിന് ശേഷം ഈ ഒരു 3 വാല്യൂസ് ഉള്ള സെല്ല് അഡ്രസ്സ് അവിടെ കൊടുക്കാം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇതാണ് ആദ്യത്തെ പർപ്പസ്. നമുക്കിതൊന്ന് എക്സൽ ഷീറ്റിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 3 സെല്ലിലായിട്ട് 3 നമ്പേഴ്സ് കിടക്കുന്നുണ്ട് അല്ലേ. നമുക്കിതിനെ 3നെയും കൂടിയും ആഡ് ചെയ്തിട്ട് സം കിട്ടും. ആ റിസൾട്ട് ഞാൻ ഈ സെല്ലിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഫോർമുല എഴുതുന്നുണ്ട് ഈക്വൽ ടു സം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഓട്ടോ സജഷൻ കണ്ടോ, ഓട്ടോ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. ദെൻ ബ്രാക്കറ്റ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സിൻടാക്സ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കും. ഇവിടെ നമ്പർ 1, നമ്പർ 2, എക്സെട്ര അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ നമ്പർ 1 എവിടെയാണ് എടുക്കുന്നത്? A7, B5, then C8, right? ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. സി ഇതിന് 3ൻ്റെ കൂടി സം ഇവിടെ 15 ആയിട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് സമ്മിങ് എ റേഞ്ച് ഓഫ് സെൽ. സെലക്ട് ദ സെൽ വേർ യു വാണ്ട് ദി സം ടു അപ്പിയർ. നമുക്ക് എവിടെയാണോ സം കിട്ടേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഈക്വൽ ടു സം ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് സെലക്ട് ദ റേഞ്ച് ഓഫ് സെൽ വേർ യു വാണ്ട് ടു ആഡ്. അതായത് നമുക്കിപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സെല്ലിലെ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതിപ്പോൾ കോളം വൈസ് ആയിക്കോട്ടെ റോ വൈസ് ആയിക്കോട്ടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്ത ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ നമുക്കിതെങ്ങനെയാണ് ഷീറ്റിൽ വർക്ക് ചെയ്യാൻ നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ അഡ്ജസ്റ്റൻ്റ് സെല്ലിലായിട്ടാണ് ഓരോ നമ്പേഴ്സും കിടക്കുന്നത് അല്ലേ. ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സം ഞാൻ ഇവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യാം. റേഞ്ച് ഓഫ് സെൽ D2 മുതൽ DA9 വരെ ഉള്ള റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ കൊടുക്കുക. ഇവിടെ 94 എന്ന റിസൾട്ട് നമുക്ക് ഈ സെറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓട്ടോ സം ബട്ടണും ഉണ്ട് നമുക്ക് ഈ എക്സലിനകത്ത്. അത് യൂസ് ചെയ്ത് നമുക്ക് സം ചെയ്തെടുക്കാൻ പറ്റും. സെലക്ട് സെൽ ബിലോ ഓർ ടു റൈറ്റ് ഓഫ് ദ റേഞ്ച് യു വാണ്ട് ടു സം. അപ്പോൾ ഓട്ടോ സം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സെല്ല് മാത്രമേ ഈ ഓട്ടോ സം വെച്ചിട്ട് സം ചെയ്തെടുക്കാൻ പറ്റും. ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഒരു ബ്ലാങ്ക് സെല്ല് കൂടി സെലക്ട് ചെയ്തിട്ട് ഓട്ടോ സം ബട്ടൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സം കിട്ടും. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഓട്ടോ സം ബട്ടൺ ഉണ്ടാവുക.
ലെറ്റ്സ് ലുക്ക് ദിസ് ഇൻ ദ ഷീറ്റ്. ഇത്രയും സെല്ലാണ് നമുക്ക് ഓട്ടോ സം ചെയ്യേണ്ടത്. സോ ഈ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. അതിന് കൂടെ ഒരു ബ്ലാങ്ക് സെല്ല് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ ഇങ്ങനെ റൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു സിമ്പിൾ കാണാം. ഇതാണ് ഓട്ടോ സം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സി ഇവിടെ നമുക്ക് സം വാല്യൂ കിട്ടും. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോർമുല അവിടെ മേലെ കാണിക്കുന്നതുണ്ടോ. ഇതുപോലെ തന്നെ സം ഫംഗ്ഷൻ യൂസ് ചെയ്ത് നോൺ കോണ്ടിന്യൂസ് റേഞ്ച് ഓഫ് സെല്ലിൻ്റെ സമ്മ് കാണാൻ നമുക്ക് പറ്റും. അതായത് നമ്മൾ ഇത്രയും നേരം നോക്കിയത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സെല്ലിലെ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അങ്ങനെ അല്ലാതെ നോൺ കണ്ടിന്യൂസ് ആയിട്ട് റേഞ്ചിലുള്ള സെൽസ് തമ്മിൽ നമുക്ക് സം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് റോയിലും അതുപോലെ തേർഡ് റോയിലും കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇവിടെ ഈ ഒരു റേഞ്ച് ഓഫ് സെല്ലിൻ്റെയും ഈ താഴത്തുള്ള ഈ ഒരു റേഞ്ച് ഓഫ് സെല്ലിൻ്റെയും സമാണ് എനിക്ക് കാണുന്നത്. എല്ലാത്തിനെയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സെല്ലിൽ വാല്യൂ ആയിട്ട് കിട്ടണം. അതിനെ ഒരു സെല്ലിൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഈക്വൽ ടു ഫസ്റ്റ് റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക, കൊമ നെക്സ്റ്റ് റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോളത്തിലും വാല്യൂസ് ഉണ്ട്, അതുപോലെ എഫ് കോളത്തിലും വാല്യൂസ് ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ കണ്ടോ, നമ്പർ ഓഫ് എലമെന്റ് ഇൻ ദിസ് സെൽ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് എലമെന്റ് ഇൻ ദിസ് സെൽ അല്ലേ. പക്ഷെ അത് പ്രശ്നമല്ല, ബിക്കോസ് നമ്പർ ഓഫ് എലമെന്റ് ഒരു സെല്ലിലുള്ള സെയിം നമ്പർ ഓഫ് എലമെന്റ് അതർ സെൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ അതെങ്ങനെയാണ് സം ചെയ്യാൻ നോക്കാം. ഈക്വൽ ടു ഇടുക, സം ബ്രാക്കറ്റ് കൊടുക്കാം, ആദ്യത്തെ റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ആ റേഞ്ച് ഓഫ് സെല്ലിൻ്റെ അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ട്. കൊമ നെക്സ്റ്റ് റേഞ്ച് ഓഫ് സെൽ, then bracket close, once again, bracket close, enter. ഓക്കെ, ഇതാണ് നോൺ കോണ്ടിന്യൂസ് റേഞ്ച് ഓഫ് സെല്ലിലെ സം കാണേണ്ട ഒരു മെത്തേഡ്. ഇനി സമ്മിങ് എൻറ്റയർ കോളം ഓർ എൻറ്റയർ റോ എങ്ങനെയാണ് സമ്മിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് നമുക്ക് സം ചെയ്യേണ്ട റോയോ കോളോ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു സെല്ലിൽ അതർ ദാൻ ദിസ് പെർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ പെർട്ടിക്കുലർ റോ അതർ ദാൻ ദാറ്റ് ഒരു സെല്ലിനകത്ത് നമ്മൾ ഈക്വൽ ടു ഇട്ട ശേഷം സം ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏത് കോളത്തിലെ അല്ലെങ്കിൽ ഏത് റോയിലെ വാല്യൂസിനെയാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്, പെർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ പെർട്ടിക്കുലർ റോ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫുൾ കോളത്തിൻ്റെ ഫുൾ റോയിൻ്റെയോ അവിടെ എന്താ ഫുൾ റേഞ്ച് അവിടെ സെലക്ട് ആയിട്ട് വരും. എന്നിട്ട് അതിനെ സം ചെയ്താൽ നമുക്ക് കിട്ടും. ഇവിടെ ഈ ഒരു ഡി കോളത്തിലെ സമ്മാണ് എനിക്ക്, എൻ്റയർ കോളത്തിലെ സമ്മാണ് എനിക്ക് വേണ്ടത് എങ്കിൽ ഇവിടെ ഒരു സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു സം ഫംഗ്ഷൻ കൊടുക്കുന്നു, ദെൻ ഡി കോളം സെലക്ട് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈക്വൽ ടു സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ദെൻ ഈ ഒരു റോ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇവിടെ റോ നമ്പർ അല്ലെങ്കിൽ കോളം നമ്പറാണ് ഇങ്ങനെ സം ചെയ്യുമ്പോൾ കാണിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോളത്തിൽ സം ചെയ്തപ്പോഴാണ് 188 കിട്ടിയത് അല്ലേ. ലേറ്റർ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റുകയാണെങ്കിൽ, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 12 മാറ്റി 14 ആക്കുകയാണെങ്കിൽ ആ വാല്യൂ കൂടി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിക്കോളും. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ കോളത്തിൽ ഞാൻ വീണ്ടും ഒരു റോ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാല്യൂ കൂടി ഇതിൽ ആഡ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സം ഫംഗ്ഷൻ ഈ ഒറിജിനൽ വാല്യൂവിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സം ചെയ്ത് വെച്ചിട്ടുള്ള റിസൾട്ടിലും അത് ചേഞ്ചസ് വരുത്തിക്കും. സോ സം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എഫിഷ്യൻസിയാണ് ഫസ്റ്റ് വൺ. അതായത് ക്വിക്ക്ലി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു റേഞ്ച് ഓഫ് സെല്ലിനെ എലമെൻറ്റ്സിനെ എല്ലാം കൂടി നമുക്ക് മാനുവലി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം സം ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ഡൈനാമിക് അപ്ഡേറ്റ്സ് ആണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോ വാല്യൂസും ചേഞ്ചസ് വരുത്തിക്കുമ്പോൾ അത് കാൽക്കുലേഷൻസിലും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചസ് വരുത്തും. നെക്സ്റ്റ് അതിൻ്റെ വേഴ്സ്റ്റാലിറ്റിയാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് സിമ്പിൾ ആസ് വെൽ ആസ് കോംപ്ലക്സ് കാൽക്കുലേഷൻ. Okay, that's it about some function. Video useful, please do share and subscribe to my channel. Thank you.